നമ്മളിപ്പോൾ മുട്ടം ബീച്ച് ഏരിയയുടെ അടുത്ത് തന്നെ എത്തി നിൽക്കുകയാണ്. കുറച്ചുകൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ബീച്ച് ഭാഗത്തേക്ക് പോകാം. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ദൂരെ ഇങ്ങനെ കടൽ കാണാൻ സാധിക്കും. അതെല്ലാം ആ സീ ഏരിയയാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു ഭംഗി നോക്കിക്കോളൂ. റെഡ് കളറിലെ ചെമ്മണ്ണാണ്. ചെമ്മണ്ണ് തന്നെ ഒരു റോക്ക് ഫോർമേഷൻ പോലെയാണ് ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു നാച്ചുറൽ റോക്ക് ഫോർമേഷനാണ്. ഒരുപാട് സിനിമകളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതൊരു പ്രധാന ലൊക്കേഷനായിരുന്നു പല പാട്ട് സീനുകളിലും ഫൈറ്റ് സീൻസിലും ഒക്കെ. ഏതാണ്ട് ഒരു ചമ്പൽക്കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന പോലെയാണ്. അവിടെ ഇങ്ങനെ മൺകൂനകളുണ്ട്. അതുമാതിരി ഇവിടെ റെഡ് കളറിലെ ചുമന്ന കളറിലെ മൺകൂനകൾ ഏതാണ്ട് ഇങ്ങനെ ഒരു പാറ മാതിരി ഇങ്ങനെ ഫോം ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ? ഇങ്ങനെ 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 ഒരു ലാബ്രിത് പോലെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ വഴി തെറ്റുന്ന പോലെ ഇടവഴികളും ഇങ്ങനെ 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 പോകുന്ന കുറേ ഭാഗം. അപ്പോൾ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിൻ്റെ ബാക്കി ഭാഗമല്ല. ഇത് ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്ത് കിടന്നൊരു കാര്യമാണ്. മനോഹരമായൊരു സീനായിരുന്നു. എന്താ പറയുക, നമുക്ക് നേച്ചർ, പ്രകൃതി നമുക്ക് വരദാനമായി തന്നൊരു ഭാഗമായിരുന്നു ഇതൊക്കെ. ഇത് കാണാനുള്ള ഭംഗി ഇത് നമുക്കൊരു പക്ഷേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഫോർമേഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? പ്രൈവറ്റ് പാർട്ടീസൊക്കെ ഈ സ്ഥലമെല്ലാം വാങ്ങി ഇവിടെ എല്ലാം ബുൾഡോസറും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ഇടിച്ച് നിരത്തി, കണ്ടില്ലേ, ലെവൽ ഗ്രൗണ്ട് ആക്കിയിട്ട് ഇവിടെ വലിയ ബിൽഡിങ്സ് ഒക്കെ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഇത്രയും ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നിരപ്പാക്കി കഴിഞ്ഞു. ആ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നൊരു കാഴ്ചയാണത്. കാര്യം നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം ആ ഭാഗത്തെല്ലാം നിരപ്പാക്കി പോകുന്നു ലെവൽ ഗ്രൗണ്ട്. ഇവിടെ മാത്രം ഈ കുറേ ഭാഗങ്ങളിൽ ഇനി ഇടിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതും ഇടിച്ച് നിരപ്പാക്കും. പക്ഷേ ഇത്രയെങ്കിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഒന്ന് കണ്ടു നോക്കൂ ഇതിൻ്റെ ഒരു ഭംഗി. ഞാൻ ആ പാറക്കൂട്ടങ്ങൾ പോലെയുള്ള ആ ഫോർമേഷൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സീക്രട്ട് വഴിയിലൂടെ, എന്തോ നമുക്ക് അറിയാതെ വഴി തെറ്റി പോകുന്ന പോലെ. കണ്ടില്ലേ, ഒരു വിജനതയിലൂടെ ഞാൻ നടക്കുന്ന പോലെ. ഇവിടെയൊന്നും ആരുമില്ല. ഭയങ്കര സംഭവമാണ്. പക്ഷേ ഇതൊന്നും പാറയല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതെല്ലാം ചെമ്മണ്ണാണ്. പക്ഷേ പാറ പോലെ ഉറച്ചിരിക്കുന്ന ചെമ്മണ്ണ്, കട്ട കട്ട കട്ട. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇതിങ്ങനെ തന്നെയാണ്. ഇതാരും കൊത്തി വെച്ചതല്ല. ഞാനിങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ നടന്ന് കാര്യങ്ങൾ കാണുകയാണ്. തമിഴ്നാട്ടിലെ മുട്ടം എന്ന് പറയുന്ന ഈ പ്രദേശത്താണെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. ഇത് മറ്റേതോ ഒരു സ്റ്റേറ്റിൽ മറ്റേതോ ഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നൊരു ഫീലാണ്. മഞ്ഞുമലകൾക്കടുത്തുകൂടി ഇങ്ങനെ നടക്കുന്ന ഒരു ഫീലുണ്ടല്ലോ, അതിനെക്കാട്ടിലും വ്യത്യസ്തമായൊരു ഫീലിംഗ് ഇതിങ്ങനെ കണ്ടിട്ടേയില്ല. ഇങ്ങനെ ചുമന്ന കളറിൽ പാറക്കൂട്ടങ്ങൾ പോലെ മൺകൂനകൾ. നോക്കൂ ഈ ഫോർമേഷൻ.
ഈ ഒരു മനോഹാരിതയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത്രയും ഭാഗം ഞാൻ വന്നത് കണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേറെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ ഇത് അങ്ങോട്ട് പോയി നോക്കും, അവിടെ JCB ഇടിച്ചിടിച്ചിടിച്ച് താഴേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച, ഈ മനോഹരമായ ദൃശ്യങ്ങൾ നിലം പരിശാകുന്ന കാഴ്ച, അത് ആ സൈഡിൽ. പ്രദേശം മുഴുവൻ ഇങ്ങനെയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മൾ കണ്ട ആ ഒരു രീതിയിൽ ഈ പ്രദേശം മുഴുവൻ അങ്ങനെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പോൾ നോക്കൂ, തരിശ് ഭൂമി പോലെ കിടക്കുന്നു. ആ JCB വന്നിട്ട് എല്ലാം ഫ്ലാറ്റാക്കി.